ബാഹുബലിയെ തുമ്പിക്കൈയിൽ ഉയർത്തിയ ഗജവീരൻ ചിറക്കൽ കാളിദാസന്റെ പ്രതിരൂപം ആമ്പല്ലൂരിൽ ഒരുങ്ങുന്നു. വടക്കേത്തുറവ് സ്വാമിയാർകുന്നിലെ ശില്പി ഷാജു സ്വർഗചിത്രയുടെ പണിപ്പുരയിലാണ് കാളിദാസനെ നിർമ്മിക്കുന്നത്. ചിറക്കൽ കാളിദാസന്റെ പ്രതിമ നിർമ്മിക്കുന്നത് കൂടുതൽ പ്രതിമകൾക്ക് മൂശയായിട്ടാണെന്ന് ഷാജു പറയുന്നു. ഈ പ്രതിമ ഉപയോഗിച്ച് കൂടുതൽ ഫൈബർ ആനകളെ ഉണ്ടാക്കാനാണ് ഷാജുവിന്റെ പദ്ധതി. ആമ്പല്ലൂരിലെ പൂവ്യാപാര കടയുടമ തിലകന്റെ ആവശ്യപ്രകാരം സ്ഥാപനത്തിന് മുന്നിൽ സ്ഥാപിക്കാനാണ് ആനയെ നിർമ്മിക്കുന്നത്. ആനയുടെ ശില്പം വേണമെന്ന് തിലകൻ പറഞ്ഞപ്പോൾ തന്നെ ചിറക്കൽ കാളിദാസനാണ് മനസ്സിൽ വന്നതെന്ന് ഷാജു പറയുന്നു. കാളിദാസന്റെ സവിശേഷതകളായ ഉയർന്ന മസ്തകവും മനോഹാരിത വാരിവിതറിയ തുമ്പിക്കൈയിലെ ചുണങ്ങുമെല്ലാം ഷാജു നിർമ്മിച്ച ശില്പത്തിനും കാളിദാസനും ഒരുപോലെയാണ്. 1000 കിലോ പ്ലാസ്റ്റർ ഓഫ് പാരീസും 100 ചാക്കും ഇരുമ്പ് കമ്പിയും ഉപയോഗിച്ച് നിർമ്മിച്ച ആനയ്ക്ക് 8.5 അടി ഉയരമുണ്ട്. ഉൾവശം പൊള്ളയായ വിധത്തിലുള്ള ശില്പത്തിന് 35,000 രൂപ വരെ ചെലവ് വരും. സ്വന്തം വീടിനകം മുഴുവൻ ആനപ്രതിമകൾ നിറച്ചിട്ടുള്ള ശില്പി ഷാജു വലിയ ആനയെ ആദ്യമായാണ് നിർമ്മിക്കുന്നത്. തൃശൂർ പുലിക്കളിക്ക് പതിവായി പുലിമുഖം വരയ്ക്കുന്ന ഷാജു നിശ്ചല ദൃശ്യവും ഒരുക്കാറുണ്ട്. സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെ ചന്ദ്രമുഖി, മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പോക്കിരി രാജ എന്നീ സിനിമകളിൽ ഷാജു പുലിവേഷം വരച്ചിരുന്നു. വരന്തരപ്പള്ളി ലൂട്ട്സ് അക്കാദമി, മുപ്പിളിയം വിമൽ ജ്യോതി, പുല്ലൂർ സെന്റ് സേവിയേഴ്സ്, കല്ലൂർ സെന്റ് റാഫേൽസ്, ആനന്ദപുരം ഹരിശ്രീ എന്നീ സ്കൂളുകളിൽ ചിത്രകലാ അധ്യാപകനായും ഷാജു പ്രവർത്തിക്കുന്നുണ്ട്. TCV പുതുക്കാട്.